വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 5th സെമിസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ അസറ്റേറ്റ് പാത്വേസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഷിക്കിമിക് ആസിഡ് പാത്വേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്യാം. അസറ്റേറ്റ് പാത്വേ രണ്ട് തരത്തിലുണ്ട്. അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേ ഉണ്ട്, അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേ ഉണ്ട്. അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേൻ്റെ വേറെ പേരുകളാണ് മെവലോണേറ്റ് പാത്വേ, HMG കോയെ റിഡക്ടേസ് പാത്വേ. ഈ അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേ എന്ന് പറയുന്നത് യൂകാരിയോട്സിലും ചില ബാക്ടീരിയാസിലൊക്കെയുള്ള എസെൻഷ്യൽ മെറ്റബോളിക് പാത്വേ ആണ്. 5 കാർബൺ ബിൽഡിംഗ് ബ്ലോക്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഐസോപെൻറ്റീനാൽ പൈറോഫോസ്ഫേറ്റ്, IPP എന്ന് ഷോർട്ടായിട്ട് പറയും. ഡൈമീഥൈൽ അല്ലൈൽ പൈറോഫോസ്ഫേറ്റ്, DMAPP എന്നാണ് പറയാം. അപ്പോൾ 5 കാർബൺ ബിൽഡിംഗ് ബ്ലോക്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, IPP ആൻഡ് DMAPP. അസറ്റൈൽ കോയെ വെച്ചിട്ടാണ് ഇത് ബിഗിൻ ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് IPP ആൻഡ് DMPP വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് നോൺ ആസ് എ ടാർഗറ്റ് ഓഫ് സ്റ്റാറ്റിൻസ്. അപ്പോൾ ഇതാണ് അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേ. അടുത്തത് ഈ ഒരു പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. രണ്ട് പാത്വേ ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പർ മെവലോണേറ്റ് പാത്വേ ഉണ്ട്, ലോവർ മെവലോണേറ്റ് പാത്വേ ഉണ്ട്. അപ്പർ മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ അസറ്റേറ്റ് മുതൽ മെവലോണേറ്റ് വരെയാണ്. ലോവർ മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ മെവലോണേറ്റ് മുതൽ IPP ആൻഡ് DMAPP ഫോർമേഷൻ വരെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് അപ്പർ മെവലോണേറ്റ് പാത്വേ. അപ്പർ മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ 2 അസറ്റൈൽ കോയെ മോളിക്യൂൾസ് കണ്ടൻസേഷൻ നടന്ന് അസറ്റോ അസറ്റൈൽ കോയെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു അസറ്റോ അസറ്റൈൽ കോയേനെ വീണ്ടും ഒരു അസറ്റൈൽ കോയായിട്ട് കണ്ടൻസേഷൻ നടന്ന് HMG കോയെ ഫോം ചെയ്യുന്നുണ്ട്. അത് HMG കോയെ റിഡക്ടേസിൻ്റെ പ്രസൻസിൽ മെവലോണേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ 3 റിയാക്ഷൻസിനെയും കളക്റ്റീവ്ലി പറയുന്നതാണ് അപ്പർ മെവലോണേറ്റ് പാത്വേ. ലോവർ മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെവലോണേറ്റ് ഫോസ്ഫോറിലേഷൻ അണ്ടർഗോ ചെയ്ത് മെവലോണേറ്റ് 5 ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. വീണ്ടും ഫോസ്ഫോറിലേഷൻ അണ്ടർഗോ ചെയ്ത് മെവലോണേറ്റ് 5 പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. അത് ഡീകാർബോക്സിലേഷനും ഡീഹൈഡ്രേഷനും അണ്ടർഗോ ചെയ്ത് IPP ഫോം ചെയ്യും. IPP ആണ് ഐസോപെൻറ്റീനൽ പൈറോഫോസ്ഫേറ്റ്. ആ IPP ഐസോമറൈസ് ചെയ്യാണ്. IPP ഐസോമറൈസിൻ്റെ പ്രസൻസിൽ DMAPP ഡൈമീഥൈൽ അല്ലൈൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഇതാണ് ഈ പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്ന മെയിൻ സ്റ്റെപ്പുകൾ. അപ്പോൾ അപ്പർ മെവലോണേറ്റ് പാത്വേ ഉണ്ട്, ലോവർ മെവലോണേറ്റ് പാത്വേ ഉണ്ട്. അപ്പർ മെവലോണേറ്റ് പാത്വേയിൽ 2 അസറ്റൈൽ കോയെ മോളിക്യൂൾസ് കണ്ടൻസേഷൻ നടന്ന് അസറ്റോ അസറ്റൈൽ കോയെ ഫോം ചെയ്യും. ആ അസറ്റോ അസറ്റൈൽ കോയായിട്ട് ഒരു അസറ്റൈൽ കോയെ കണ്ടൻസ് ചെയ്തിട്ട് HMG കോയെ ഫോം ചെയ്യും. HMG കോയെ റിഡക്ടേസിൻ്റെ പ്രസൻസിൽ അത് മെവലോണേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഈ 3 റിയാക്ഷൻസുമാണ് അപ്പർ മെവലോണേറ്റ് പാത്വേ. ലോവർ മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ മെവലോണേറ്റ് ഫോസ്ഫോറിലേഷൻ അണ്ടർഗോ ചെയ്ത് മെവലോണേറ്റ് 5 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. വീണ്ടും ഫോസ്ഫോറിലേഷൻ നടന്ന് മെവലോണേറ്റ് 5 പൈറോഫോസ്ഫേറ്റും ഡീകാർബോക്സിലേഷനും ഡീഹൈഡ്രേഷൻ നടന്ന് IPP ഐസോപെൻറ്റീനൽ പൈറോഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അത് ഐസോമറൈസിൻ്റെ പ്രസൻസിൽ ഐസോമറൈസേഷൻ നടന്ന് ഡൈമീഥൈൽ അല്ലൈൽ പൈറോഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറോൾസിന് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോൺ സ്റ്റിറോൾ ഐസോപ്രെനോഡ്സിനും. പിന്നെ അത് സ്റ്റാറ്റിൻസ് അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് കൊളസ്ട്രോൾ സിന്തസിസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിനും ആനിമൽസിലും മൈക്രോ ഓർഗാനിസത്തിലൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ കേസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലോവർ മെവലോണേറ്റ് പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്ന വേരിയൻസ് ആണ്. ഈ ലോവർ മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെവലോണേറ്റിനെ IPP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, IPPയും DMAPP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് ലോവർ മെവലോണേറ്റ് പാത്വേ. അതിലുള്ള 3 നോൺ വേരിയൻസ് ആണ് യൂകാരിയോട്ടിക് പാത്വേ, ആർക്കിയൽ പാത്വേ, തെർമോപ്ലാസ്മ പാത്വേ. ഫസ്റ്റ് വൺ ആണ് യൂകാരിയോട്ടിക് പാത്വേ. യൂകാരിയോട്ടിക് പാത്വേനെ ക്ലാസിക്കൽ പാത്വേ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ ഉണ്ടാവുന്നത്? മെവലോണേറ്റ് 2 പ്രാവശ്യം 5OH പൊസിഷനിൽ വെച്ച് ഫോസ്ഫോറിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡീകാർബോക്സിലേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ IPP ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് യൂകാരിയോട്ടിക് പാത്വേയിൽ വരുന്നത്. അപ്പോൾ മെവലോണേറ്റിനെ 2 തവണ 5OH പൊസിഷനിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഡീകാർബോക്സിലേഷൻ നടത്തി IPP ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. യൂകാരിയോട്സിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. ഇതിനെ ക്ലാസിക് കൊളസ്ട്രോൾ ബയോസിന്തസിസ് പാത്വേ എന്നും പറയും.
അടുത്തത് ആർക്കിയൽ പാത്വേ ആണ്. ആർക്കിയൽ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെവലോണേറ്റിനെ ഒരു തവണ 5OH പൊസിഷനിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യാണ്, പിന്നെ ഡീകാർബോക്സിലേറ്റ് ചെയ്ത് ഐസോപെൻറ്റീനാൽ ഫോസ്ഫേറ്റ് കിട്ടും, IP. ഐസോപെൻറ്റീനാൽ ഫോസ്ഫേറ്റിനെ വീണ്ടും ഫോസ്ഫോറിലേഷൻ ചെയ്ത് നമുക്ക് IPP ഒബ്റ്റെയിൻ ചെയ്യും. ഐസോപെൻറ്റീനാൽ പൈറോഫോസ്ഫേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ചില ആർക്കിയലാണ് ഫൗണ്ട് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ഹാലോഫെറക്സ് വോൾക്കാനൈ. ഒരു എക്സ്ട്രാ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് IP ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇതാണ് എന്തിൽ ആർക്കിയൽ പാത്വേ. അടുത്തത് തെർമോപ്ലാസ്മ പാത്വേ ആണ്. തെർമോപ്ലാസ്മ പാത്വേയിൽ മെവലോണേറ്റ് ആദ്യം ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത് 3OH പൊസിഷനിലാണ്, പിന്നെ 5OH പൊസിഷനിൽ ഫോസ്ഫോറിലേഷൻ നടന്ന് മെവലോണേറ്റ് 3,5 ബൈഫോസ്ഫേറ്റ് ഫോം ചെയ്യും. അത് ഡീകാർബോക്സിലേറ്റ് ചെയ്ത് നമുക്ക് IP ഒബ്റ്റെയിൻ ചെയ്യും. അതാണ് ഐസോപെൻറ്റീനാൽ ഫോസ്ഫേറ്റ്. ആ ഐസോപെൻറ്റീനാൽ ഫോസ്ഫേറ്റിനെ വീണ്ടും ഫോസ്ഫോറിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ IPP ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. തെർമോപ്ലാസ്മ അസിഡോഫൈലത്തിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. ഇവിടെയുള്ള പ്രത്യേകത ഇത് 3,5 ബൈഫോസ്ഫേറ്റ് ഇൻ്റർമീഡിയറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 വേരിയൻസ് അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേയിൽ, ലോവർ മെവലോണേറ്റ് പാത്വേയിൽ കാണുന്ന 3 വേരിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഈ ഒരു അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അസറ്റൈൽ കോയയിൽ വെച്ചിട്ടാണ്. അത് ഐസോപ്രിനോഡ് പ്രിക്കേഴ്സേഴ്സ് ആയിട്ടുള്ള IPP ആൻഡ് DMAPPൻ്റെ ഫോർമേഷന് കാരണമാവുന്നുണ്ട്. ഫൈനലി ഹയർ തെർപ്പീനോയിഡ്സ് ആയിട്ടുള്ള സ്ക്വാലിൻ, സ്റ്റിറോൾസ്, കൊളസ്ട്രോൾസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് ഒന്നും കൂടി ജസ്റ്റ് പറയാം. അതിൽ എൻസൈംസ് ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് രണ്ടാമത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പാണ് അസറ്റൈൽ കോയൻ്റെ ഫോർമേഷൻ. അവിടെ അസറ്റൈൽ കോയ അല്ലെങ്കിൽ അസറ്റൈൽ കോയെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റൈൽ കോയെ തയോലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ HMG കോയെ ഫോർമേഷനാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. HMG കോയെ സിന്തേസ് എൻസൈമിൻ്റെ പ്രസൻസിലാണ്. മെവലോണേറ്റ് ആയിട്ട് റിഡക്ഷൻ നടക്കുകയാണ് അടുത്തത് ചെയ്യുന്നത്. അവിടെ HMG കോയെ റിഡക്ടേസ് എൻസൈമാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ മെവലോണേറ്റിൻ്റെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. മെവലോണേറ്റ് കൈനേസ് എൻസൈമിൻ്റെ പ്രസൻസിലാണ്. വീണ്ടും ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ഫോസ്ഫോ മെവലോണേറ്റ് കൈനേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ്. പിന്നെ IPP ആയിട്ട് ഡീകാർബോക്സിലേഷൻ ആണ് നടക്കുന്നത്. മെവലോണേറ്റ് 5 പൈറോഫോസ്ഫേറ്റ് ഡീകാർബോക്സിലേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് എന്ത് 5 പൈറോഫോസ്ഫോ മെവലോണേറ്റ് IPP ആക്കിയിട്ട് മാറുന്നത്. ഈ IPP പിന്നീട് ഐസോമറൈസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ DMAPP ആയിട്ട് ഐസോമറൈസേഷൻ നടക്കുകയാണ് ചെയ്യുക. ഇതൊരു ചെയിൻ ഇലോങ്ങേഷൻ സ്റ്റെപ്പാണ്. അടുത്തത് ജെറാനൈൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. IPP DMAPP കൂടി ചേർന്നിട്ടാണ് ജെറാനൈൽ പൈറോഫോസ്ഫേറ്റ് കിട്ടുക. ഈ GPP IPPയും കൂടിയിട്ട് ജെറാനൈൽ പൈറോഫോസ്ഫേറ്റും IPP കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഫാർനസൈൽ പൈറോഫോസ്ഫേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 ഫാർനസൈൽ പൈറോഫോസ്ഫേറ്റ് മോളിക്യൂൾസ് കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വാലിൻ ഒബ്റ്റെയിൻ ചെയ്യും. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് സ്ക്വാലിൻ സിന്തേസ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പാത്വേയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പാത്വേയിൽ നോക്കാം. അസറ്റൈൽ കോയെ അതാണ് CH3C ഡബിൾ ബോണ്ടോ എസ് കോയെ, അങ്ങനെ 2 അസറ്റൈൽ കോയെ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? അസറ്റൈൽ കോയെ ഫോം ചെയ്തു. അതായത് CH3C ഡബിൾ ബോണ്ടോ എസ് കോയെയും CH3C ഡബിൾ ബോണ്ടോ എസ് കോയെ കൂടി കമ്പൈൻ ചെയ്ത് CH3C ഡബിൾ ബോണ്ടോ CH2C ഡബിൾ ബോണ്ടോ എസ് കോയെ എന്നായിട്ട് മാറും. അതാണ് അസറ്റൈൽ കോയെ. ഇത് വീണ്ടും അസറ്റൈൽ കോയൻ്റെ പ്രസൻസിൽ ആൽഡോൺ റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുക. എൻസൈംസ് ഒക്കെ ഇവിടെ എഴുതാട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല എൻസൈംസ് ഒക്കെ ഇവിടെ എഴുതാം. അതുകൂടി എഴുതിയാൽ ഭയങ്കര കൺജസ്റ്റഡ് ആവും തോന്നിയുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അത് മുൻപത്തെ സ്റ്റെപ്പിൽ പ്രൊവൈഡ് ചെയ്തതും. അപ്പോൾ അസറ്റൈൽ കോയെ 2 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് അസറ്റൈൽ കോയെ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും അസറ്റൈൽ കോയൻ്റെ പ്രസൻസിൽ ആൽഡോൺ റിയാക്ഷൻ നടന്ന് 3-ഹൈഡ്രോക്സി-3-മീഥൈൽ ഗ്ലൂട്ടറൈൽ കോയെ ആയിട്ട് മാറുന്നുണ്ട്. 3-ഹൈഡ്രോക്സി-3-മീഥൈൽ ഗ്ലൂട്ടറൈൽ കോയെ അത് 2 NADPH മോളിക്യൂൾസിൻ്റെ പ്രസൻസിൽ ഇവിടെ കോയെ SHും അതുപോലെ 2 NADP+ കോമ്പൗണ്ട് എന്ത് ചെയ്യും അവിടെ റിലീസ് ആവുന്നുണ്ട്. അങ്ങനെ മെവലോണേറ്റ് ഫോം ചെയ്യും. ആ മെവലോണേറ്റ് ഫോസ്ഫോറിലേഷൻ നടക്കുക ATPനെ യൂട്ടിലൈസ് ചെയ്ത് ADP ആയിട്ട് മാറിയിട്ട് 5-ഫോസ്ഫോ മെവലോണേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് വീണ്ടും ATP ആയിട്ട് ഫോസ്ഫോറിലേഷൻ നടന്ന് 5 പൈറോഫോസ്ഫോ മെവലോണേറ്റ് ആയിട്ട് മാറും. ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മെവലോണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COO- CH2 COH CH3 CH2 CH2OH ആണ്. അത് ഫോസ്ഫോറിലേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു H മാറിയിട്ട് ഇവിടെ എന്തായിട്ട് മാറും? PO3 ആയിട്ട് മാറും.
വീണ്ടും ഫോസ്ഫോറിലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ആ PO3 മാറിയിട്ട് P2O6 ആയിട്ട് മാറും. അതാണ് എന്ത് 5-പൈറോഫോസ്ഫോ മെവലോണേറ്റ്. അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂളും ഒരു CO2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും എലിമിനേറ്റ് ആയിട്ട് ഐസോപെൻറ്റീനാൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും, IPP. ഐസോപെൻറ്റീനാൽ പൈറോഫോസ്ഫേറ്റ് അത് ഐസോമറേസിൻ്റെ പ്രസൻസിൽ ഡൈമീഥൈൽ അല്ലൈൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ജെറാനൈൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ജെറാനൈൽ പൈറോഫോസ്ഫേറ്റും IPPയും കൂടി ജോയിൻ ചെയ്ത് ഫോർമസൈൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഇത് ഒരു സെസ്ക്യൂടെർപ്പിനാണ്, ഫോർമസൈൽ പൈറോഫോസ്ഫേറ്റും. ഈ ഫോർമസൈൽ പൈറോഫോസ്ഫേറ്റും IPPയും കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് ജെറാനൈൽ പൈറോഫോസ്ഫേറ്റും FPP വേറൊരു FPP മോളിക്യൂളായിട്ട് വീണ്ടും കമ്പൈൻ ചെയ്ത് സ്ക്വാലിൻ ഫോം ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേയിൽ വരുന്നത്. അടുത്തതാണ് അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേ. അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പ്ലാന്റ്സിലും ഫംഗയിലും മൈക്രോ ഓർഗാനിസത്തിലൊക്കെ കാണുന്ന ഒരു സെക്കൻഡറി മെറ്റബോളിക് പാത്വേ ആണ്. ഇത് ഫാറ്റി ആസിഡ്സിൻ്റെ പോളികീറ്റൈഡ്സിൻ്റെയും ആരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ബയോസിന്തസിസിന് മെയിൻലി റെസ്പോൺസിബിൾ ആണ് അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേ. ഇവിടെ പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുക അസറ്റൽ കോയയും മെലോണൈൽ കോയയാണ്. അസറ്റൽ കോയനെ സ്റ്റാർട്ടർ യൂണിറ്റ് എന്നും മെലോണൈൽ കോയനെ എക്സ്റ്റെൻഡർ യൂണിറ്റ് എന്നുമാണ് പറയുക. ഈ പാത്വേയിൽ അസൈൽ കാരിയർ പ്രോട്ടീൻ ACPനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഫാറ്റി അസൈൽ ചെയിൻസിൻ്റെ ഗ്രോയിങ് ഫാറ്റി അസൈൽ ചെയിൻസിൻ്റെ കാരിയർ ആയിട്ടാണ് ACP യൂസ് ചെയ്യുന്നത്. മെലോണൈൽ കോയ യൂണിറ്റ്സ് റിപ്പീറ്റഡ് കണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട് അസറ്റൽ കോയ ആയിട്ട്. അങ്ങനെയാണ് ആ ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മെലോണൈൽ കോയ എന്താണ്, റിപ്പീറ്റഡ് കണ്ടൻസേഷൻ നടക്കുകയാണ് അസറ്റൽ കോയയായിട്ട്. അങ്ങനെ ആ ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ സൈക്കിളിലും അസറ്റൽ കോയേൻ്റെ കണ്ടൻസേഷൻ, റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആക്ടിവേഷൻ ഓഫ് പ്രിക്കേഴ്സേഴ്സ്. അതായത് അസറ്റൽ കോയെ അസറ്റൽ ACP ആയിട്ട് മാറും, മെലോണൈൽ കോയെ മെലോണൈൽ ACP ആയിട്ട് മാറും. പിന്നെ ചെയിൻ ഇനീസിയേഷനാണ്, അതായത് അസറ്റൈൽ ACPനെ മെലോണൈൽ ACP തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് അസറ്റൽ ACP ആയിട്ട് മാറും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടുന്ന് റിലീസ് ആവുന്നുണ്ട്. പിന്നെ ചെയിൻ ഇലോങ്ങേഷനാണ്, അതായത് അസറ്റൈൽ ACPനെ റെഡ്യൂസ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വീണ്ടും റെഡ്യൂസ് ചെയ്ത് ബ്യൂട്ടറൈൽ ACP ആയിട്ട് മാറുന്നുണ്ട്. ഇത് കൂടുതൽ മെലോണൈൽ ACP യൂണിറ്റ്സുമായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയിൻ ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതായത് അസറ്റൽ കോയെ അസറ്റൽ ACP ആയിട്ട് മാറും, മെലോണൈൽ കോയെ മെലോണൈൽ ACP ആയിട്ട് മാറും. അതിനുശേഷം ഈ അസറ്റൽ ACP മെലോണൈൽ ACPയും കൂടി കമ്പൈൻ ചെയ്ത് അസറ്റൽ ACP ആയിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഈ അസറ്റൽ ACPനെ റെഡ്യൂസ് ചെയ്യും, ഡീഹൈഡ്രേറ്റ് ചെയ്യും, വീണ്ടും റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ബ്യൂട്ടൈറൽ ACP ഫോം ചെയ്യും. അത് കൂടുതൽ മെലോണൈൽ ACP യൂണിറ്റ്സുമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയിനിനെ ഇലോങ്ങേറ്റ് ചെയ്യും. പിന്നെ എൻ പ്രൊഡക്ട്സ് ഫോം ചെയ്യുക എങ്ങനെ? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും പോളികീറ്റൈഡ്സ് ഒക്കെയാണ് എൻ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ഈ ഒരു പാത്വേൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന പ്രൈമറി പ്രൊഡക്ട്സ് ആണ് ഫാറ്റി ആസിഡ്സ്. അത് മെംബ്രെയിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ്, ലിപ്പിഡ്സിൻ്റെ സ്റ്റോറേജിനൊക്കെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ട്, പോളികീറ്റൈഡ്സ്, ഫ്ലവനോയിഡ്സ് ആണ് എക്സാമ്പിൾ. അത് പിഗ്മെൻ്റ് ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. കൗമാരിൻ ഉണ്ട്, ആൻറ്റി കൊയാഗുലൻ്റ് ആണ്, ഫ്രാഗ്രൻസ് കമ്പൗണ്ട് ആണ്. ആന്ത്രാക്വിനോൺസ് ഉണ്ട്, ലാക്സേറ്റീവ് ആണ്, ഡൈ ആണ്. ടാനിൻസ് ഉണ്ട്, ആസ്ട്രിഞ്ചൻസ്, ഡിഫെൻസ് കോമ്പൗണ്ട്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് അതിൽ ബയോളജിക്കലി ഉള്ളത്. ഇനി ആ പാത്വേ നോക്കാം. പാത്വേയിൽ പറയുന്നത് ഫസ്റ്റ് അസറ്റൽ കോയെ ആണ്, CH3 ഡബിൾ ബോണ്ടോ COA കോയെ, അസറ്റൽ കോയെ. പിന്നെ മെലോണൈൽ കോയെ, അതായത് COO- CH2 ഡബിൾ ബോണ്ടോ കോയെ ആണ് മെലോണൈൽ കോയെ. ഇതിന്ന് അസറ്റൽ ACP കോയെ മാറിയിട്ട് അവിടെ എന്താണ് ACP ആയിട്ട് മാറും, SACP എന്ന് ആഡ് ചെയ്യാം രണ്ടിലും. അപ്പോൾ അസറ്റൽ ACPയും മെലോണൈൽ ACP ആയിട്ട് മാറും. അത് കമ്പൈൻ ചെയ്ത് അസറ്റൽ ACP ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഓരോ കോമ്പൗണ്ട് ഫോം ചെയ്യും. പിന്നെ അവിടുന്ന് എന്താണ് ഒരുപാട് സ്റ്റെപ്സ് ചെയ്തതിന് ശേഷം പാൽമിറ്റോയിൽ ACP ആയിട്ട് മാറുന്നുണ്ട്. ഈ പാൽമിറ്റോയിൽ ACPന്ന് പാൽമിറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നീട് സ്റ്റിറോയിൽ ACP ആയിട്ട് മാറും, അതിന്ന് സ്റ്റീറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒലിയൽ ACP ആയിട്ട് മാറും, അതിന്ന് ഒലീക് ആസിഡ് ഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ ലിനോയിൽ ACP ആയിട്ട് മാറുന്നുണ്ട്, അതിന്ന് ലിനോലിക് ആസിഡും. ലിനോലോയിൽ ACP ആയിട്ട് മാറുന്നുണ്ട്, അതിന്ന് ലിനോലിനിക് ആസിഡും ഫോം ചെയ്യും. പിന്നെ അരാക്കിഡോണൈൽ ACP ആയിട്ട് മാറും, അതിന്ന് അരാക്കിഡോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് എന്ത് അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ
അസറ്റൈറ്റ് പാത്വേസ് ആണ് ഡിസ്കസ് ചെയ്തത്. അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേ ഡിസ്കസ് ചെയ്തു, അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേ ആണ്, അതിൻ്റെ വേറെ പേരുകളും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കി, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്, സിഗ്നിഫിക്കൻസ്, ലോവർ മെവലോണേറ്റ് പാത്വേയിലുള്ള വേരിയൻസ് 3 പിന്നെ ഈ സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള അതിൻ്റെ എൻസൈംസ് ഒക്കെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പാത്വേ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേ, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രിക്കേഴ്സേഴ്സും അതൊരു ഇൻട്രൊഡക്ഷനും, സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്, ജസ്റ്റ് സ്റ്റെപ്സ് ഇങ്ങനെ എഴുതുക, പിന്നെ നമുക്ക് പാത്വേ വരയ്ക്കുക. പാത്വേയിലാണ് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത്. പാത്വേ എന്തായാലും മിസ് ചെയ്യാതെ പഠിക്കാം. പിന്നെ നമുക്ക് ആ പാത്വേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയല്ലോ. ഇതിൽ ഫസ്റ്റ് പാത്വേ അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടും പഠിക്കണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് അസറ്റേറ്റ് മെവലോണേറ്റ് പാത്വേയിൽ കാണും. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.